തിരുവനന്തപുരത്തുകാർ പല കാഴ്ചകളും കണ്ടിട്ടുണ്ട്. ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ എഴുന്നള്ളത്തടക്കം കണ്ടിട്ടുണ്ട്. ചിത്തിര തിരുനാൾ ഒരു കയ്യിൽ കുടവാളുമായിട്ട് ഈ പത്മനാഭദാസനായിട്ട് ആറാട്ടിനെ എഴുന്നള്ളുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ സൈക്കിളിൽ എഴുന്നള്ളുന്ന ഒരു ചക്രവർത്തി കുമാരനെ അവർ കണ്ടിട്ടില്ല. പല ആളുകളുടെ എഴുന്നള്ളത്ത് കണ്ടിട്ടുണ്ട്. കരുണാകരൻ്റെ, പട്ടം താണുള്ള സാറിൻ്റെ, പിന്നെ ഏറ്റവും ഒടുവിൽ പിണറായി വിജയൻ്റെ 40 വാഹനങ്ങളുടെ ആംബുലൻസിൻ്റെ, ഫയർ എഞ്ചിൻ്റെ, പാറ്റൻ ടാങ്കിൻ്റെയൊക്കെ അകമ്പടിയോടുകൂടി നടത്തുന്ന എഴുന്നള്ളത്ത് വരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ചാണ്ടി ഉമ്മൻ്റെ എഴുന്നള്ളത്ത് ഈ പറഞ്ഞതിനൊക്കെ വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം ജഗതിയിലുള്ള വീട്ടിൽ നിന്ന് ഒരു ഇലക്ട്രിക് സൈക്കിൾ ചവിട്ടി നിയമസഭാ കവാടത്തിലെത്തും. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് പിന്തുണയായിട്ട്, അകമ്പടിയായിട്ട് ഒട്ടേറെ പാർട്ടി പ്രവർത്തകരും ആരാധകരും അനുയായികളുമൊക്കെ ആ മോട്ടോർ സൈക്കിളിലും സ്കൂട്ടറിലുമൊക്കെ ആയിട്ട് പുറകെ വരും. ഇദ്ദേഹം ഒരു ഹരിത MLA ആയതുകൊണ്ടാണ് ഈ സൈക്കിളിൽ ഓട്ടിപ്പോയത്. കാരണം അന്തരീക്ഷ മലിനീകരണം പുള്ളിക്ക് ഇഷ്ടമല്ല. പുതുപ്പള്ളി ഗാന്ധി എന്ന പേരിൽ പുള്ളി അറിയപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അദ്ദേഹം അടുത്ത ദിവസം തൊട്ട് നിയമസഭയിൽ ഒരു ഗാന്ധി തൊപ്പി വെച്ച് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വസുദൈവ കുടുംബകം എന്ന ആശയത്തിന് വേണ്ടി അനവരതം പ്രവർത്തിക്കുന്ന ഈ ചാണ്ടി ഉമ്മൻ വരുന്ന ആളുകൾ ഒരു വലിയ അധികാര കേന്ദ്രമായിട്ട് മാറുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കാരണം ഈ നാടിൻ്റെ ഒരു ധാർമ്മിക ശക്തി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. ഒരു മന്ത്രിയുടെ പവറിനേക്കാൾ എത്രയോ വലുതാണ് ഈ ധാർമ്മിക ശക്തി. മഹാത്മാഗാന്ധിക്കുണ്ടായിരുന്നു, മറ്റാളുകൾക്കും ഇല്ലാത്തതുമായ ഒരു കാര്യം ഇതാണ്. മഹാത്മാഗാന്ധിക്ക് എന്തുകൊണ്ടാണ് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ മുട്ടുകുത്തിക്കാൻ കഴിഞ്ഞു വെച്ചാൽ അദ്ദേഹത്തിന് ധാർമ്മിക ശക്തി ഉണ്ടായിരുന്നു. അത് അണ്ണാ ഹസാരേക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മൻമോഹൻ സിംഗിൻ്റെ സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്.